ഒരാൾ ഞാൻ പറയുന്നത് കേട്ടു, എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്താൻ ശ്രമിച്ചപ്പോൾ എല്ലാം സെറ്റായി, പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയും എൻ്റെ മകളും ഒക്കെ തന്നെ നോക്കുമ്പോൾ പൊരുത്തമുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ഈ ചെറുക്കൻ്റെ അച്ഛൻ ജൈവ കൃഷിയുടെ അനുഭവമുള്ളവനാണ്. ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇതും ഒരു അഫ്ഗാനിസ്ഥാൻ ലെവലുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള സ്നേഹനിർഭരമായ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. അവിടെ ഒന്നാമത് നടത്തി കൊടുക്കുക, കെട്ടിച്ചു വിടുക. അച്ഛൻ ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഈ കെട്ടിച്ചു വിടാനായിട്ട് നടക്കുന്നത് തന്നെ ഒരു വിഷയമാണ് ഒന്നാമത്, അല്ലേ? നമ്മൾ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് സംഭവിക്കുമ്പോൾ തൻ്റെ ഇണയെ, തൻ്റെ പങ്കാളിയെ കണ്ടെടുത്താനായിട്ടുള്ള പരമമായ അധികാരവും അവകാശവും ആ വ്യക്തിക്ക് കൈമാറാതെ നിങ്ങളവിടെ ഒരു പാറ്റേണേജ് നിങ്ങളവിടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കാര്യം അറിയാമോ? നിങ്ങൾക്ക് ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കാനാവില്ല. യു കനോട്ട് ക്രിയേറ്റ് ഫ്രീഡം ഫോർ അതർ പീപ്പിൾ, ബട്ട് യു ക്യാൻ ബ്ലോക്ക് അതേഴ്സ് ഫ്രീഡം. നിങ്ങൾക്ക് ആർക്കും, ചിലർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. തെറ്റാണത്. നിനക്ക് കൊടുക്കാൻ കഴിയുന്ന എങ്ങനെയാണ് സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം എടുക്കാതിരുന്നാൽ മതി. നിങ്ങൾ കയറി നടക്ക് വിലങ്ങ് നിന്നായിരുന്നാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഭാര്യ പറയാണ് എനിക്ക് ഉത്സവത്തിൽ പങ്കെടുക്കണം. അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം എടുക്കുന്നത്? നിങ്ങൾ ഓക്കെ നമ്മൾ പോകണം, പോയി നിങ്ങൾ അവിടെ കയറി നിന്നാൽ അവരുടെ സ്വാതന്ത്ര്യം പോയി. നിങ്ങൾക്ക് അവരെ അമ്പലത്തിലോട്ട് വിടാൻ പറ്റില്ല, കാരണം അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടാവണം, ഉത്സാഹം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. നിങ്ങൾക്കത് തടയാൻ കഴിയും. അല്ലാണ്ട് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നില്ല. കൊടുക്കാനായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ല. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. നിങ്ങൾ എല്ലാവരുടെ സ്വാതന്ത്ര്യം നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അതൊരു ഹീനമായ പ്രവൃത്തിയാണ്, അതൊരു ഹിംസയാണ്. അവിടെയാണ് ഈ പറയുന്ന ജൈവ കൃഷിക്കാരനാണ് വരൻ്റെ പിതാവ് എന്നുള്ളതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. നോക്കൂ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവരെ നോക്കുമ്പോൾ ജൈവ കൃഷിക്കാരന് കെട്ടിച്ചു കൊടുക്കില്ല. ജൈവ കൃഷിക്കാരൻ്റെ നമ്മൾ കാര്യം പറഞ്ഞു, അവനെ കുറച്ച് പ്രഭാഷണമൊക്കെ ഇട്ടുകൊടുത്ത് മേരിയുടെ കേക്കൊക്കെ കഴിച്ചവനൊന്ന് പുഷ്ടിപ്പെട്ടാൽ അവൻ നാളെ ശാസ്ത്രീയ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം എത്ര വലിയ പമ്പറ വിഡിതമായിരിക്കും, അല്ലേ? ബാക്കി എല്ലാ കാര്യവും ശരിയാണെങ്കിൽ നിങ്ങൾ ജൈവ കൃഷിയുടെ പേരിൽ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ഒരു അവിശ്വാസി നടക്കണം, ഞാൻ അവിശ്വാസിയെ മാത്രമേ കെട്ടൂ, അത് വലിയ പ്രശ്നമായിരിക്കും. നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിശ്വാസിയെ കെട്ടുക, അതിലുണ്ടാകുന്ന തലമുറ വീണ്ടും അവിശ്വാസി, പിന്നെ അവിശ്വാസി, പിന്നെ അവിശ്വാസി. ഇതൊന്നും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായിട്ടോ മനുഷ്യൻ്റെ പരിഷ്കൃത ചിന്തയായിട്ടോ ഒരു ബന്ധമുള്ള കാര്യമല്ല.